നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പല വീഡിയോകളിലൂടെയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കൂടിയാണിത്. അതായത് വീണ വിജയൻ്റെ കേസ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വീണ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് കരിമണൽ കടത്തടിയിൽ നിന്ന് പണം വാങ്ങിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതൊരു കൺസൾട്ടൻസി ഫീസാണ്. ആ കൺസൾട്ടൻസി ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വലിയ വിവാദമാവുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയൻ്റെ വീടുകളിലടക്കം റെയ്ഡ് നടക്കുകയും ചെയ്ത വിവരം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുശേഷം മാധ്യമങ്ങളൊക്കെ തന്നെ നിരവധി തെറ്റായ വാർത്തകളൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ടുള്ള അവരുടെ പ്രോഗ്രാമിൽ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ അവർ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെളിവുകൾ പെരുകുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തായ്ക്കണ്ടിയിൽ വീണ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെയുള്ള തെളിവുകൾ പെരുകുന്നു എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വലിയ ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ചർച്ചയിൽ എങ്ങനെയാണ് അർദ്ധസത്യങ്ങൾ കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ചില ക്ലാസിക് ഉദാഹരണങ്ങളുണ്ട്. അതിൽ വലിയ തോതിൽ സ്മൃതി പരുത്തിക്കാട് ഒരു നോട്ടത്തിന് പോലും അരുണിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന കാര്യമുണ്ട്. കൂടാതെ മാധുവിൻ്റെ വലിയ കലിപ്പുണ്ട്. ഇത് രണ്ടും തന്നെ സംഭവിക്കുന്നത് അരുണിൻ്റെ പുച്ഛം കലർന്ന നോട്ടം കൊണ്ടാണ്. അപ്പോൾ ആ നോട്ടം എന്തുകൊണ്ടായിരുന്നു എന്നും അതിൻ്റെ മറുപടികൾ എന്തായിരുന്നു എന്നും വരാം. ഇത് അത്തരത്തിൽ വ്യക്തിപരമായ കാര്യം മാത്രമല്ല, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ രീതികൾ കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അപ്പോൾ അതിലേറ്റവും ആദ്യം സ്മൃതിയുടെ ഒരു വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കുറച്ച് നേരത്തേക്ക്. അതിന് ശേഷം ഞാൻ മാധുവിൻ്റെ വാക്കുകൾ കൂടി നിങ്ങളെ കേൾപ്പിക്കാം. അതിന് ശേഷം ഇതിൻ്റെ ഇടയിലെല്ലാം തന്നെ എൻ്റെ ചില കമൻറ്റുകൾ കൂടി നിങ്ങളോട് പറഞ്ഞു പോകാം. അപ്പോഴേ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ആദ്യം ഇതൊന്ന് കേൾക്കാം. ഇനിയാണ് നോക്കേണ്ടത്. തുടർന്ന് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ അതേ കാലയളവിൽ ഈ തുടർന്ന് എന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് ഞാൻ ചുരുക്കി നിങ്ങളോട് പറയാം. അതായത് 2004 യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി UDF ഗവൺമെൻറ് കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം, UDF ഗവൺമെൻറ് കൊടുക്കുന്നത്. അന്ന് കുഞ്ഞാലിക്കുട്ടിയാണ് വ്യവസായ വകുപ്പ് മന്ത്രി. അപ്പോൾ ആ UDF ഗവൺമെൻറ് 10 മാസത്തേക്ക് അനുമതി കൊടുക്കാൻ പറ്റുള്ളൂ. ആ 10 മാസത്തേക്ക് അനുമതി കൊടുക്കുമ്പോൾ ഈ ഖനനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള കമ്പനി നമ്മുടെ പ്രിയപ്പെട്ട കരിമണൽ കർത്ത ഒക്കെ തന്നെ രൂപീകരിച്ചിരുന്നു. ആ കമ്പനിയുടെ പേര് KREML എന്നാണ്. എന്ന് പറഞ്ഞാൽ കേരള റെയർ എർത്ത്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി രൂപീകരിക്കുകയും അവർക്ക് സ്വകാര്യ മേഖലയിൽ ഖനനത്തിനുള്ള 29 അപേക്ഷകൾ കിട്ടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഖനനത്തിന് അനുമതി കൊടുത്തിരുന്നു. അത് വലിയ വിവാദമായിട്ടുള്ള കാര്യമായിരുന്നു. അന്ന് CPMൻ്റെ MA ബേബി കൂടാതെ കോൺഗ്രസിൽ തന്നെയുള്ള VM സുധീരനുമൊക്കെ ഒരുമിച്ച് ഈ കരിമണൽ ലോബിക്കെതിരെ വലിയ സമരമാണ് ചെയ്തിട്ടുള്ളത്. അന്ന് VM സുധീരൻ KPCC പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിശ്ചിതമായിട്ടുള്ള വിമർശനത്തിന് ഗവൺമെൻറ് തന്നെ ഇടയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ അനുമതി പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊക്കെ സ്മൃതി വളരെ തന്മയത്വത്തോടുകൂടി അതിപ്പോൾ ഒരു 2001-4 ഗവൺമെൻറ് അനുമതി കൊടുത്തു എന്ന് മാത്രമാണ്. അത് UDF ഗവൺമെൻറ് ആണെന്നൊന്നും സ്മൃതിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പറഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാമല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല, അതങ്ങനെ നൈസായിട്ട് വിട്ടു. അതിനുശേഷം സ്മൃതി പറയുന്നത് പിന്നീട് ഇത് ജീവൻ വെച്ചത് 2016 പിണറായി വിജയൻ അധികാരമേറ്റ കാലത്താണെന്നാണ് പറഞ്ഞു വരുന്നത്. അവിടെ നിന്ന് മുതലാണ് നിങ്ങളൊന്ന് കേൾക്കേണ്ടത്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ ഖനന പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയാണ് കേട്ടോ. പിണറായി വിജയൻ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ ഈ ജീവൻ വയ്ക്കുന്നു ഈ പദ്ധതികൾക്ക്. എന്നാൽ 2019 ആകുമ്പോഴേക്കും ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ അറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസ് ഭേദഗതി ചെയ്തതോടെ കരിമണൽ ഖനനം സർക്കാർ അതായത് കേന്ദ്ര ഗവൺമെൻറ് 2019 അതെല്ലാം ഫാക്ച്വലാണ്, അറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസ് ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 0.05 ധാതുക്കളുള്ള മണലുകളെല്ലാം തന്നെ ഖനനം ചെയ്യണമെങ്കിൽ അത് സർക്കാർ കമ്പനികൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുന്ന ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിറക്കിയതിന് ശേഷം യഥാർത്ഥ സ്മൃതി പറഞ്ഞു വരുന്നത് 4 കൊല്ലത്തേക്ക് കൂടി പിണറായി അതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്ത് ഉത്തരവ് നടപ്പാക്കാൻ വൈകി. അതുവഴി കരിമണൽ കർത്തക്ക് വലിയ ലാഭമുണ്ടായി എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം ഇത് സ്മൃതിയുടെ മാത്രം വേർഷനല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രോ കോൺഗ്രസ് വേർഷനാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറുനാടൻ ഷാജനും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഇത്രയും കാലം CPMും അതുപോലെ സഖാക്കളും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, ഈ 2.72 കോടി രൂപ വീണ വിജയന് കൊടുത്തു. പക്ഷെ അതിന് പകരമായിട്ട് CPM ഗവൺമെൻറ്റുകളോ LDF ഗവൺമെൻറ്റുകളോ ഒരു തരത്തിലുള്ള സഹായവും കരിമണൽ കർത്തക്കോ ശശിധരൻ കർത്തക്കോ ചെയ്തില്ല എന്ന് പറയുന്നൊരു വാദമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു, ഇത് ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു, അത് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്
പ്രിയപ്പെട്ട മറുനാടൻ ഷാജൻ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സ്മൃതി എന്ത് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ് ഓർഡറും സ്മൃതി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് 2024 തന്നെ മാത്യു കുഴൽനാടൻ പുറത്തേക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നുള്ളത് പറയട്ടെ. കൂടാതെ ഇതിൽ ഏറ്റവും ലാസ്റ്റത്തേക്കുള്ളൊരു ടെസ്റ്റ് കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരു പറയാതെ വിട്ടൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാവുള്ളൂ. ബാക്കിയുള്ളത് നമുക്കൊന്ന് കേൾക്കാം. കമ്പനികൾക്ക് മാത്രമാക്കി ആ ഉത്തരവ് വന്നു 2019. ഓർക്കണം, തീരദേശത്തെ കരിമണലിൽ 2019 ഡിസംബർ 18-19 ആ ഉത്തരവ് വരുന്നത് കേട്ടോ. ആണവധാതുക്കളുടെ സാന്നിധ്യം 0.75% കൂടുതലാണെങ്കിൽ അത്തരം മേഖലകളിലെ ഖനനാനുമതി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ഉടമസ്ഥതയുള്ള കോർപ്പറേഷനുകൾക്കോ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നതായിരുന്നു ഈ കേന്ദ്ര ഭേദഗതി, 2019 ഭേദഗതി. അതോടെ KMRL അനുവദിച്ച ഖനനം 2019 മുതൽ നിയമവിരുദ്ധമായി. പക്ഷേ 2019 മുതൽ 2023 വരെ ഇവിടെ ഖനനം നടക്കുകയാണ്. അവരുടെ കാലത്ത് ഖനനം നടക്കുകയാണ്. 2019 മുതൽ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കിയിട്ട് സംസാരിക്കാം കേട്ടോ. 2019 മുതൽ 2023 വരെ ഈ പറയുന്ന ഖനനാനുമതി തുടരുകയാണ്. അതായത് കേന്ദ്രത്തിന്റെ ഉത്തരവുണ്ടായിട്ടും ഈ പറയുന്ന CMRL അത് കൃത്യമായി നടപ്പാക്കി വരികയായിരുന്നു. സ്വകാര്യ കമ്പനി ആയതിനാൽ അവർ നോക്കോ, അതിലേക്ക് ഇവർക്ക് ഷെയർ ഉണ്ടല്ലോ. സ്വകാര്യ കമ്പനി ആയതിനാൽ അവർക്ക് ഖനനം തുടരാനോ CMRL അസംസ്കൃത വസ്തുക്കൾ എത്തിക്കാനോ നിയമപരമായി സാധിക്കുമായിരുന്നില്ല. കേന്ദ്ര നിയമഭേദി വന്നതിനാൽ ഖനനം നിർത്താൻ 2009 മാർച്ചിൽ കേന്ദ്ര ഖനി മന്ത്രാലയവും തൊട്ടു പിന്നാലെ ഏപ്രിൽ സംസ്ഥാന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെ തന്നെ KMRL ഖനനാനുമതിയും അതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും റദ്ദാക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. തുടർച്ചയായ പരാതികൾക്കും നിയമ പോരാട്ടങ്ങൾക്കൂടി 2023 ഡിസംബർ 19 KMRL ഖനന ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് വ്യവസായ വകുപ്പ് ഉത്തരവിറക്കിയത്. അപ്പോൾ ഈ കാലയളവിൽ 2019 മുതൽ 2023 വരെ എങ്ങനെയാണ് കണക്കുകൾ? CMRL വൻതോതിൽ വാണിജ്യ പ്രവർത്തനം നടത്തി അവർക്കുണ്ടായ ലാഭം, അവർക്കുണ്ടായ കണക്കുകൾ പ്രകാരം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മറുനാടൻ ഷാജനൊക്കെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ തമ്പ് ഇതാണ്. മകൾക്ക് മാസപ്പടി കിട്ടിയപ്പോൾ കർത്തക്ക് വിജയൻ നൽകിയത് 1600 കോടി, അതാ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത്. അതിൻ്റെ വേർഷൻ ഒരു പകുതി ഇപ്പം സ്മൃതിയുടെ പറയും, അത് നമുക്ക് കേൾക്കാം. 2020-21 239 കോടി CMRL കിട്ടിയിട്ടുണ്ട്. 2021-22 അത് 290 കോടിയാണ്. 2022-23 444 കോടിയാകുന്നു. 2023 അത് 300 കോടിയായി ഉയർന്നു എന്നതാണ്. പിന്നീട് വരുന്ന വർഷമാകുമ്പോഴേക്കും ആ കോടി പിന്നെ കുത്തനെ താഴേക്ക് പോവുകയാണ് കേട്ടോ. അത് 300 കോടി എന്നുള്ളത് മാർച്ച് 2023 444 കോടിയാവുന്ന ഇവരുടെ വരുമാനം അത് 2024 ആകുമ്പോഴേക്കും 300 കോടിയായി കുറഞ്ഞു. പിന്നീട് അത് വീണ്ടും കുറയുന്നു. അപ്പോൾ ഈ കാലയളവിൽ ഇവർക്ക് ഇത് നടപ്പാക്കാൻ എന്റെ കയ്യിലിരിക്കുന്ന ഗവൺമെന്റ് ഓർഡറാണ്, GO ആണ്. 18-12-2023 എന്തെങ്കിലും പരിഹാസമാകുമെന്ന് നോക്കുന്നത് അല്ല, എന്താണ് അങ്ങനെ സ്മൃതിക്ക് മറ്റേ പരിഹാസപൂർവ്വം അരുൺ നോക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്മൃതി ദേഷ്യപ്പെടുകയാണ്. അരുൺ സത്യത്തിൽ ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. അരുൺ ചിരിക്കുന്ന ഒരു പുച്ഛച്ചിരിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 4 കൊല്ലങ്ങൾ കൊണ്ടിട്ട് 1273 കോടി രൂപയാണ് കർത്തക്ക് ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ടെസ്റ്റ് ലാസ്റ്റ് അരുൺ പറയുന്നുണ്ട്. അതുകൂടാതെ ഞാനും അന്വേഷിച്ചെടുത്തതാണ്. ഞാൻ അവിടുത്തെ സമരക്കാരെ പോലും വിളിച്ച് ഒരിക്കൽ കൂടി കൺഫേം ചെയ്തിരുന്നു. ഔദ്യോഗികമായിട്ടുള്ള രേഖകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതുകൂടി പറഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പൊള്ളത്തരം വെളിവാകുള്ളൂ. ബാക്കി നമുക്കൊന്ന് കേൾക്കാം. പുച്ഛഭാവം കണ്ടപ്പോൾ എന്താണ് നിങ്ങൾ പുച്ഛത്തോടെ നോക്കുന്നതെന്ന് ചോദിച്ചിട്ട് അരുൺ മറുപടി പറയാൻ നിൽക്കുമ്പോൾ സ്മൃതി വരുത്തിക്കാട് പറയാണ്, അല്ല ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ എന്നിട്ട് മാത്രം സംസാരിച്ചാൽ മതി എന്നാണ്. ഉടനെ അരുൺ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നതെന്ന് പാവം അരുൺ അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കേൾക്കാം. എന്റെ കയ്യിലിരിക്കുന്നത് GO ആണ്. GO എന്നാൽ ഗവൺമെന്റ് ഓർഡർ 2023 ഗവൺമെന്റ് ഓർഡർ. ഇതിൽ പറയുന്ന സ്മൃതിയുടെ കയ്യിലിരിക്കുന്നത് ഗവൺമെന്റ് ഓർഡർ ആണ്, നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അവസാനിപ്പിക്കാൻ കേട്ടോ. 7ാമത്തെ പോയിന്റ്, ഗവൺമെന്റ് ഹാവ് എക്സാമിൻഡ് ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ സിൻസ്. ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇപ്പോൾ കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം ഗവൺമെൻറ് ഓർഡർ സ്മൃതി വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് യഥാർത്ഥത്തിൽ വീണ്ടും അടുത്തൊരു പെർഫോമൻസ് കൂടി കാണാം. അത് 24ാമത്തെ മിനിറ്റിലുള്ളൊരു പെർഫോമൻസാണ്. ആ 24ാമത്തെ മിനിറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ട മാധു സജിയുടെ ഒരു പെർഫോമൻസാണ്. ഇതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് അതായത് ഡെലിബറേറ്റ് മിസ്യൂസ് ഓഫ് കൺസൾട്ടൻസി അഗ്രിമെന്റ്സ് ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ
Furthermore, bank records show that the funds received from CMRL was അതാണ് അടുത്തത്. അതായത് ഈ 1.78 കോടിയായിരുന്നല്ലോ, അത് പിന്നീട് 1 കോടി കൂടി ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, അല്ലെങ്കിൽ ഇതൊക്കെ തലയുറ്റിൽ വരും. ഓക്കെ, കൊടുക്കുന്നുണ്ട്. അത് ലോണാണ് എന്നുള്ളതാണല്ലോ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു സംശയം എന്താണെന്ന് അറിയാമോ? ഈ ലോൺ ആക്ച്വലി കൊടുത്തതാണോ എന്നത് സംബന്ധിച്ച് യാതൊരു തെളിവുമില്ല. 1.78 കോടി വീണ ജി ചിരിക്കാതെ വയ്യ ഏതാണെന്ന്. കാരണം ലോൺ കൊടുത്തിട്ട് 4 ലക്ഷം രൂപ റീപേ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ലോൺ കൊടുത്തിട്ടില്ലെന്നാണ്. ശരിക്കും പറഞ്ഞാൽ മറുനാട് ഷാജൻ ഇത് കണ്ടുപിടിച്ചു. സ്മൃതി ഈ പറയുന്ന പോലെ ഇതെന്താണ് വലിയ ലാഭം കരിമണൽ കടത്തേക്ക് കിട്ടിയെന്ന് സ്മൃതിയും അതുപോലെ ഷാജനും ഒക്കെ കണ്ടുപിടിച്ചു. മാധു ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോണേ കൊടുത്തിട്ടില്ല, പക്ഷെ വെറുതെ നമ്മുടെ പ്രിയപ്പെട്ട വീണ വിജയൻ 4 ലക്ഷം രൂപ തിരിച്ചടക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം പിന്നീട് ഒരു ഘട്ടത്തിൽ അത് NBFC അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മാധുവിൻ്റെ പിടിവിടുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾ പ്രത്യേകമായിട്ട് അരുണിൻ്റെ മുഖവും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. അനധികൃതമായി സമ്പാദിച്ചു അല്ലെങ്കിൽ സർവീസ് കൊടുക്കാതെ സമ്പാദിച്ചു എന്നാണല്ലോ പറയുന്നത്. കഴിഞ്ഞ ദിവസം സ്മൃതിമാൻ അടക്കം ചോദിച്ചു, എന്തിനാണ് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് ലോൺ കിട്ടുന്നത്, എന്താണ് ബന്ധം എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഈ ലോൺ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം പോലും സംശയകരമാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു ലോൺ വാങ്ങി എന്ന് പറയപ്പെടുന്നു. ഇവർക്ക് ഈ 5 ലക്ഷവും 3 ലക്ഷവുമായി 8 ലക്ഷം വീതം കിട്ടുന്നു. ഇത് എങ്ങോട്ടാണ് റീഡാക്ട് ചെയ്തതെന്ന് SFI റിപ്പോർട്ടിൽ പറയുന്നത് അറിയാമോ? ഈ ബാങ്ക് റെക്കോർഡ് ഷോസ് ദാറ്റ് ദ ഫണ്ട് റിസീവ്ഡ് ഫ്രം CMRL വേർ ഈ 5 ലക്ഷവും 3 ലക്ഷവും എന്ന് പറഞ്ഞാൽ 5 ലക്ഷം കൺസൾട്ടൻസി ഫീസായിട്ട് 3 ലക്ഷം കമ്പനി കൊടുക്കുന്ന AMC സർവീസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് 8 ലക്ഷം മേടിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടാവരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ മാധു പറയുന്നത് ലോണെ മേടിച്ചിട്ടില്ലെന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ് മാധു പറയുന്നത് റീപേ ചെയ്തു എന്നാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണെന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. Redirected primarily to settle Exalogics debt with Empower India Commercial Private Limited, a company run by Karta. ഈ എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇതുപോലെ ശശിധരൻ കർത്തയുടെയൊക്കെ തന്നെ കമ്പനിയാണ്. അതൊരു NBFC ആണ്. അവരാണ് ലോൺ കൊടുത്തേക്കുന്നത്. പക്ഷേ ലോൺ കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണെന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട മാധു സജി പറയുന്നത്, സജിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെ, മാധു പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പക്ഷേ ലോൺ കൊടുത്തിട്ടില്ല, പക്ഷേ ലോൺ തിരിച്ചടച്ചതായിട്ട് നമ്മുടെ SFIO കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇല്ലാത്ത ലോൺ തിരിച്ചടച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ലോൺ ഉണ്ടെങ്കിൽ മാത്രമല്ലേ തിരിച്ചടവ് സാധ്യമാകും. ഒരു ലോൺ അക്കൗണ്ടിലേക്കല്ലേ അടക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയില്ല. അതിന് ഒരു വാക്ക് പറഞ്ഞതിന് ഈ പറയുന്ന അരുണിന് ചിരിയടക്കാൻ പറ്റത്തില്ല. അതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധു അരുണിനോട് ചൂടാവുന്നുണ്ട്. അതും കൂടി കാണാം. ഈ 1 കോടി രൂപ എന്ന് പറയുന്നത് ലോണായി കിട്ടുന്നു. പക്ഷേ ഈ അവർക്ക് ആദ്യം കിട്ടുന്ന ഈ കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന പണം ഈ ലോൺ അടയ്ക്കാനാണ് പ്രാഥമികമായി വിനിയോഗിക്കുന്നത്. അപ്പൊ ഈ ലോൺ കൊടുത്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സംശയകരമായിട്ടാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 1.72 കോടി വീണ അനധികൃതമായി സമ്പാദിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ അടിസ്ഥാനം. അതിനൊപ്പം തന്നെ 1 കോടി രൂപ ഇവർക്ക് ലോൺ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കൺസൾട്ടൻസി ശമ്പളത്തിൽ നിന്ന് തന്നെ, സാമ്പത്തിക ഗുണത്തിൽ നിന്ന് തന്നെ അത് തിരിച്ചടച്ചതായി കാണിക്കുന്നു. ഇതോടാണ് എനിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതായത് 4 ലക്ഷം രൂപ റീപേയ്മെന്റ് കൊടുത്തു എന്ന് കൂടി പറയുന്നില്ലേ ലോണിലേക്ക്? പിന്നെ റീപേയ്മെന്റ് ഈ ലോൺ കൊടുത്തു എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ആൻഡോഗസ്റ്റിനൊക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൻഡോഗസ്റ്റിനൊക്കെ നിരവധി ലോൺ എടുക്കുകയും തിരിച്ചടക്കുകയും ചെയ്താണ്. അപ്പോൾ ആൻഡോഗസ്റ്റിന് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു കാര്യം അറിയാം, ലോൺ ഇല്ലാതെ തിരിച്ചടക്കാൻ പറ്റില്ല എന്നുള്ളതറിയാം. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമയിൽ ഇന്നസെൻറ്റ് സുരാജ് വെഞ്ഞാറമ്മൂടിനോട് പറയുന്നൊരു കഥാപാത്രമാണ്, അല്ല ജഗതിയോട് പറയുന്നൊരു ഡയലോഗാണ്. ആ ജഗതിയോട് മാടമ്പി എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വക്കീൽ പണി നിർത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇന്നസെൻറ്റ് തിരിച്ചു പറയുന്നൊരു ഡയലോഗുണ്ട്, അങ്ങനെ നിനക്കൊരിക്കലും വക്കീൽ പണി നിർത്താൻ പറ്റില്ല. അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി മാത്രമേ ഒരാൾക്ക് നിർത്താൻ പറ്റൂ, നീ എന്തായാലും വക്കീലായി ജോലി ചെയ്യുന്നില്ല അതാണ് എന്ന് പറയുന്ന പോലെ സ്മൃതി നമ്മുടെ മാധു സാർ പറയുന്നത് ലോൺ എടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷേ ലോൺ റീപേ ചെയ്തതായിട്ട് കണ്ടെത്തി എന്നുള്ളതും പറയുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താണ് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കൂടുതൽ ആലോചിച്ചാൽ നമ്മുടെ തല മരവിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നില്ല. ബാക്കിയുള്ളത് നമുക്ക് കേൾക്കാം. റീപേ ചെയ്യുകയാണെന്നാണ് ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ വായിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. 4 ലക്ഷം രൂപയാണ് അതിന്റെ പ്രാഥമിക പണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് അങ്ങേക്ക് വേണമെങ്കിൽ അത്
ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, യഥാർത്ഥത്തിൽ മാധുവിന് മനസ്സിലാവുന്നില്ല. മാധു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോൺ എടുത്തിട്ടില്ലെന്നാണ്. പക്ഷേ ലോൺ എടുത്തിട്ടുള്ളത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിച്ചു എന്നുള്ളതാണ് മാധു തന്നെ പറയുന്നത്. സത്യത്തിൽ ആകെ ഇത് മനസ്സിലാവാത്തത് മാധുവിനാണ്. കാരണം മാധുവിന് എന്ത് പറ്റി എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അത്രേ ഉള്ള കാര്യം. അതുകൊണ്ട് തന്നെ മാധുവിന് തന്നെ ഇതിൻ്റെ പുറത്ത് റിലേ കട്ടാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമിൽ മറ്റേ ചോദിക്കുന്നൊരു വാചകമുണ്ട്. അതാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ദൃശ്യത്തിൻ്റെയൊക്കെ പ്രൂഫാണ്. അപ്പോൾ അതിൽ സേതുരാമയ്യർ അന്വേഷിക്കാൻ വേണ്ടി എത്തുന്നതായിട്ടാണ്. അപ്പോൾ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ വരുൺ, മരിച്ച വരുൺ ഇവിടെ വന്ന് മരിച്ച വിവരം നിങ്ങളോട് പറഞ്ഞിരുന്നോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ മാധു ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി കൂടി കേൾക്കാം. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ടെൻഷനും എപ്പോഴും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരല്ലോ, ഇത്തരത്തിലുള്ള കോമഡികളൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഈ ഷോയെ ഞാൻ അഭിനന്ദിക്കുന്നു. യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇത് ഒരു ബിഗ് ബോസ് ഷോ എന്നുള്ള നിലക്ക് നമ്മൾ പ്രശസ്തി ആർജിക്കേണ്ട ഒരു ഷോയാണ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു. 98ാമത്തെ പേജിലാണ്. 1.72 കോടിയല്ലേ കൈപ്പറ്റിയത്? എത്ര റീപേ ചെയ്തു? 4 ലക്ഷം പറയുന്നത്. 1.72 കോടിയിൽ നിന്നല്ല റീപേ, ആ പണം അല്ല റീപേ ചെയ്തത്. 1 കോടി ലോൺ എടുത്തു എന്ന് പറയുന്നതല്ലോ, ആ പണം തിരിച്ചടച്ചതാണ് ഈ 4 ലക്ഷം. നിങ്ങൾ കേൾക്കണോട്ട് ഇത്. അതായത് 1.72 കോടി രൂപ വീണക്ക് കൺസൾട്ടൻസി ഫീസായിട്ട് അവിടെ നിന്ന് ലഭിച്ചു. അതിൽ നിന്ന് റീപേ 4 ലക്ഷം രൂപ എടുത്ത് റീപേ ചെയ്തു എന്നാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മാധുവിനത് മനസ്സിലാകാത്തതുകൊണ്ട് മാധു അങ്ങനെ തന്നെയാണ് SFIയുടെ ഒക്കെ റിപ്പോർട്ടിലുള്ളത്. പക്ഷെ മാധു പറയുന്നത് അതല്ല റീപേ ചെയ്തത്. അത് റീപേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ശമ്പളമായിട്ടും അതുപോലെ എടുത്ത ജോലിക്ക് കിട്ടിയിട്ടുള്ള വരുമാനമാണ്. അത് റീപേ ചെയ്യേണ്ട ആവശ്യമില്ല മാധു. അത് മാധു മനസ്സിലാക്കണം. മനസ്സിലായി? കൂൾ ഡൗൺ, പതുക്കെ മനസ്സിലാക്കിയാൽ മതി. രൂപ എന്ന് പറയുന്നത് 1.72 കോടി എന്നല്ല. അതായത് ഞാൻ പറയുന്നത് വ്യക്തമാക്കി പറയാം. ബാങ്ക് റെക്കോർഡ് കാണിക്കുന്നത് CMRൽ നിന്ന് കൺസൾട്ടൻസിക്ക് ഇവർക്ക് കിട്ടിയ പണമുണ്ടല്ലോ, അത് പ്രൈമറി ആയി അടച്ചിരിക്കുന്നത് എംപവർ ഇന്ത്യ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് NBFC സ്ഥാപനമാണ്. അതെ, അങ്ങ് പറഞ്ഞു. ഇതിന്റെ സംഭവം എന്താ വെച്ചാൽ നിനക്ക് മനസ്സിലായോ? കാരണം വെച്ചാൽ ഇത് എന്താണ് മാധു പറയണതെന്ന് മാധുവിനെ തന്നെ പിടുത്തം കിട്ടിയില്ല. ഈ ശരിക്കും പറഞ്ഞാൽ വീഡിയോ വീണ കണ്ടിരുന്നുവെങ്കിൽ, തായ്ക്കണ്ടിയിൽ വീണ കണ്ടിരുന്നുവെങ്കിൽ പുല്ല് ഈ കോൺട്രാക്ട് വേണ്ടായിരുന്നു, ലോൺ കൊടുക്കണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ അവർ. കാരണം അതാണല്ലോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞ എന്താണെന്ന് മാധുവിന് തന്നെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മാധുവിന് ആ സംശയമുള്ളത്. പിന്നെ ഈ പറയുന്ന എംപവർ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് ഫുൾ നെയിം വായിക്കുമ്പോൾ ഉടനെ തന്നെ അതൊരു NBFC ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മാധു ആ ഗ്യാപ്പ് ഉപയോഗിച്ച് ഇതിൽ നിന്ന് തടി ഉരുവാണ് ചെയ്തിട്ടുള്ളത്. ഈ തടി ഉരുന്നതായിട്ട് നമുക്ക് ഉപമിക്കാൻ കഴിയുന്നത് ഈ നേരത്തെ കോമഡി പ്രോഗ്രാമിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ വാചകം. അതായത് മരിച്ച വിവരം ഇവിടെ വന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ വേദന വന്നിട്ട് അല്ല സാർ മരിച്ച വരുൺ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കാൻ പോകുന്നുണ്ട് പുള്ളിയുടെ അസിസ്റ്റൻ്റ്. അപ്പോൾ തന്നെ പുള്ളി പറയുന്നൊരു ഡയലോഗുണ്ട്, അത് കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ടല്ലേ ഞാനത് വിട്ടത്, നീ മറ്റേ അടുത്ത ആളെ പുള്ളിക്ക് ചോദ്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മാധു ഇപ്പോൾ ആ ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ NBFC എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി സംസാരിക്കില്ല എന്ന നിലപാടെടുക്കുകയാണ്. ഏതാണ്ട് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് കേൾക്കാം. ചില കോമഡികൾ കൂടിയുണ്ട്. സംസാരിക്കാനില്ല സർ. മാധു എന്താ പറഞ്ഞു വരുന്നത്? ഈ ആകെ എടുത്ത 50 ലക്ഷം, 1 കോടിയുമല്ല ഞാൻ മനസ്സിലാക്കുന്നത്, 25 ലക്ഷം വെച്ച് 2 തവണ അല്ലെങ്കിൽ 50 ലക്ഷം വെച്ച് എടുത്തു എന്നാണ്. അപ്പൊ ആ പൈസയും 4 ലക്ഷമേ റീപേ ചെയ്തു ഇതേ റിപ്പോർട്ടിൽ പറയുന്നില്ലേ? പിന്നെ ഇങ്ങനെ ലോൺ എടുത്തിട്ടില്ല. ഞാൻ സംസാരിക്കാനില്ല എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല ഇത് എന്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇഷ്ടം ഓപ്റ്റ് ചെയ്യുന്നു സർ. ശരിക്കും മാധു അങ്ങനെ പറയരുത്. ഞങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടി സംസാരിക്കേണ്ടതാണ്. പക്ഷേ മാധു അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ മാധു 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ തമാശ അവിടെ നിൽക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള സീരിയസ് ആയിട്ടുള്ള മാറ്ററിലേക്ക് വരാം. കാരണം മാധുവിൻ്റെ കയ്യിലിരിക്കുന്ന താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ. അല്ലാതെ ഇനി വേറെ അതിൻ്റെ പുറത്ത് വേറൊരു പ്രശ്നത്തിനും നമ്മളില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ബാക്കി അരുണിൻ്റെ ചില വാചകങ്ങൾ കൂടി കേട്ടാലേ ഇത് പൂർത്തിയാവുള്ളൂ. ഞാനും അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞതും അതുതന്നെയാണ്. പക്ഷേ ഇത് ഇപ്പോൾ അരുൺ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ചില വിശദീകരണങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിൽ പരസ്യം വന്നുകൊണ്ടാണ്, 1 സെക്കൻഡ് നിങ്ങളൊന്ന് ക്ഷമിക്കണം. ബാക്കിയുള്ളത് എന്നുള്ളതാണ് ചോദ്യം. പെരുകുന്ന കള്ളത്തരങ്ങളുണ്ട്, അത് പ്രചരണായുധമായി മാറുന്നു എന്നുള്ളതാണ് എന്റെ ടേക്ക്. എങ്ങനെയാണോ നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സെലക്ടീവ് ലീക്കേജിലൂടെ അന്വേഷണ ഏജൻസികൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്, അതേപോലെ സമാനമായ രീതിയിലാണ് EDയുടെ കാര്യത്തിലും വാർത്തകൾ പുറത്തു വരുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടക്കത്തിൽ പറയാം.
ഒന്ന്, അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ റെയ്ഡിന് ശേഷം പുറത്തു വന്ന 2 പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ടൈറ്റിൽ കാർഡുകളിൽ വീണ ടിയുടെ പേരിൽ 242 അക്കൗണ്ടുകളിൽ നിന്നായി 18 കോടി രൂപ കണ്ടെത്തിയിരിക്കുന്നു എന്ന മട്ടിലാണ് 2 മാധ്യമങ്ങളിൽ നിന്ന് വന്നത്. റിപ്പോർട്ടറിന്റെ ചാനലിലെ മാധ്യമത്തിലേക്കാണല്ല. ഒന്ന്, യഥാർത്ഥത്തിൽ വസ്തുത എന്തായിരുന്നു? 242 അക്കൗണ്ടുകൾ വീണ ടിക്കുണ്ടോ? ഇല്ല. കണ്ടെത്തിയത് ഒരേ ഒരു അക്കൗണ്ട്. ഏത് അക്കൗണ്ടാണ് അത്? HDFC അക്കൗണ്ടാണ്. അവിടെ എത്രയായിരുന്നു വീണ ടിക്ക് ഉണ്ടായിരുന്നത്? 1.5 ലക്ഷം. ഇത് വലിയ പോക്കൃത്തര മാധ്യമങ്ങൾ കാണിച്ച അടുത്ത ഉദാഹരണമാണ് കേട്ടോ. അതിപ്പോൾ അരുൺ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ പറയാണ്. മനോരമയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാനിപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് വളരെ അസംബന്ധ ജടിലമായിട്ട് എങ്ങനെയാണ് വാർത്തകൾ എഴുതുന്നത് തെറ്റിദ്ധാരണ പരത്തേണ്ടത്. മനോരമയുടെ ഹെഡിങ് ഇതാണ്: റെയ്ഡ് പിണറായിയുടെ സാന്നിധ്യത്തിൽ വീണയുടെ മൊഴി രേഖപ്പെടുത്തി. ഇതാണ് വലിയ ഹെഡിങ് ഇട്ട. തൊട്ട് താഴെയുള്ള ഹെഡിങ് 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ മരവിപ്പിച്ചു. ചോദ്യം ചെയ്യേണ്ടവർക്ക് സമൻസ് പിന്നാലെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇത് കേട്ടാൽ നമുക്ക് തോന്നുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന വീണ വിജയൻ്റെ 242 അക്കൗണ്ടുകൾ 18.36 കോടി രൂപ മരവിച്ചു എന്നാണ്. ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മറ്റൊരു ചാനലും ഇതുപോലെ തന്നെ ഉള്ള കാർഡുകൾ അടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാർഡുകൾ അടിക്കുമ്പോൾ ഇത് വീണ വിജയൻ്റെ അക്കൗണ്ടുകളാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വീണ വിജയൻ്റെ ഒരൊറ്റ HDFC ബാങ്കിലെ ഒരൊറ്റ FD അക്കൗണ്ടാണ്. അതിലാകെ ഒരു 1.5 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർ സെർച്ച് ചെയ്തിട്ടുള്ള കരിമണൽ കടത്തടക്കം നിരവധി സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്തിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്തിട്ടുള്ളത് മുഴുവൻ ചേർത്ത് വെച്ചിട്ടാണ് 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് 18.36 കോടി രൂപയും മരവിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ അർദ്ധസത്യങ്ങളിലൂടെ അസത്യങ്ങൾ ഇവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. പുറത്തു വന്ന കാർഡിൽ എത്രയാണ്? 18 കോടി. ഇതൊന്ന്. രണ്ടാമത്തത്, അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് രീതിയിലാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ എന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അബുദാബിയിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലെന്നും NRI സ്റ്റാറ്റസ് നിലവിൽ വീണ വിജയൻ ഇല്ല എന്നുമാണ് മനസ്സിലാക്കിയത്. NRI സ്റ്റാറ്റസ് ഇല്ലാതെ ഒരു NRI അക്കൗണ്ട് എങ്ങനെയാണ് അബുദാബിയിൽ വീണ തുടങ്ങുക എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇനി അങ്ങനെ നമ്മളെല്ലാവരെയും മറച്ചു വെച്ച് ഒരു അക്കൗണ്ട് വീണാട്ടി അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം. പക്ഷേ ഈ നിമിഷം വരെയും അതില്ല. പക്ഷെ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവിടെ സ്മൃതി അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് 2024 തന്നെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചൊരു ആരോപണമാണ്. പിന്നീട് അതിന് വലിയ പ്രാധാന്യമില്ലെന്ന് കണ്ട് അന്ന് തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞ വിഷയവുമാണ്. ജിയോ എന്നാൽ ഗവൺമെന്റ് ഓർഡറാണ്, അത് നിങ്ങൾ മറന്നു പോകരുത്. അതിൽ മാത്യു കുഴൽനാടൻ കാണിക്കുന്നുണ്ട്. പുതുതായിട്ട് വന്ന തെളിവല്ല അങ്ങനെ വാശി പിടിക്കുക. ജിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ. ഈ സമയത്താണ് സമാധാനപ്പെടൂ. എന്താണ് 2024 പറഞ്ഞിരുന്നത്? മാത്യു കുഴൽനാടൻ പറഞ്ഞത് അന്ന് 2018 സംസ്ഥാന സർക്കാർ വ്യവസായ നയത്തിലും സർക്കാർ വെള്ളം ചേർത്തു എന്ന് മാത്രമല്ല 4 വർഷം ഇത് വൈകിപ്പിച്ചു. ജനം ഓൺലൈനിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. ആ ഡിലേ കൊണ്ട് CMR-ന് ലാഭം ഉണ്ടാക്കി കൊടുത്തു. ഇതല്ലേ ഇപ്പോൾ സ്മൃതി പറഞ്ഞ ആർഗ്യുമെന്റ്? എങ്ങനെയാ CMR-ന് ലാഭം ഉണ്ടാക്കി കൊടുത്തത്? അതായത് 2 വർഷം മുമ്പ് പബ്ലിക് ഡൊമൈനിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണത്തെയാണ് പുതിയൊരു തെളിവ് എന്ന മട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിൽ തന്നെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. എന്താണ് ഇത്? ഇവിടെ ഫാക്സ് ചെക്ക് ചെയ്തതെന്ന് നമ്മൾ പോകണം. KREML എന്ന് പറയുന്ന സ്ഥാപനം അതൊരു സ്വകാര്യ സ്ഥാപനമാണ്. അത് CMR-ൽ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് എന്ന് എനിക്ക് തർക്കമില്ലല്ലോ. ഇനി ഈ KREML-ന് പാട്ടത്തിനെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകുന്നത് ഏത് സർക്കാരാണ്? ഞാൻ തന്നെ പറയാം, അത് UDF സർക്കാരാണ്. വായിച്ചല്ലോ, ഞാൻ പറയട്ടെ. ആ UDF സർക്കാരാണ്. 2004 അതായത് നമ്മളുടെ ഈ തോട്ടപ്പള്ളിയിലും ഈ പറയുന്ന ആലപ്പുഴയിലും കൊല്ലത്തും ചവറ നീണ്ടകര ഭാഗങ്ങളിലും ഒക്കെയുള്ള ധാതു മണൽ അതുവരെയും ഖനനം ചെയ്തുകൊണ്ടിരുന്ന 2 പ്രധാനപ്പെട്ട കമ്പനികൾ, 2 പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതിലൊന്ന് നമ്മുടെ KMML-ഉം മറ്റൊന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ IREL-ഉം. ഈ 2 സ്ഥാപനങ്ങൾ മാത്രം മൈൻ ചെയ്തിടത്തേക്ക് ഒരു കമ്പനി CMR-ൽ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ആ CMR-ൽ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുവന്ന് മൈനിങ് ഈ പറയുന്ന കരിമണൽ ഖനനം സ്വകാര്യ ലോബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടാകുന്നത് ഓർമ്മിക്കൂ. 2001 തുടങ്ങുന്നു. അന്ന് അതിനെതിരെ കേരളത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നു. CPM ഇത് ഒരു കാരണവശാലും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി കൊടുക്കരുതെന്ന് നിലപാടെടുക്കുന്നു. ശക്തമായ പ്രതിഷേധം കാണുന്നു. അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന VM സുധീരൻ പോലും അറിയാതെ അന്ന് ഖനനാനുമതി കൊടുക്കുന്നു.
2004 ഇതാണ് വസ്തുത. അങ്ങനെ KREL കൊടുത്ത ഖനനാനുമതി എല്ലാം പാട്ടത്തിനുള്ള അനുമതിയാണ് കൊടുക്കുന്നത്, ലീസ് പെർമിഷൻ ആണ് കൊടുക്കുന്നത്. ആ ലീസ് പെർമിഷൻ കൊടുത്ത് എന്നാൽ ഒരു മണ്ണ് പോലും KREL ഈ കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഭാഗത്തു നിന്നോ ചവറയിൽ നിന്നോ ഇതുവരെയും ഖനനം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. തിരിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കേരളത്തിലെ ഏതെങ്കിലും തീരപ്രദേശത്തിൽ നിന്ന് ഒരു മണ്ണെങ്കിലും IREL KMM അല്ലാതെ ഖനനം ചെയ്തെടുത്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തെടുക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായ പ്രതിഷേധം നമ്മൾ കണ്ടു. അത് 2004 നമ്മൾ കണ്ടു. തുടർന്ന് അന്ന് UDF സർക്കാർ ഉത്തരവിട്ട ഈ പാട്ടത്തിനുള്ള അനുമതി റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി KREL. പക്ഷെ അന്ന് എന്തായിരുന്നു ആനുകൂല്യം എന്നറിയോ? കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന, അതായത് UPA സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഓർമ്മിക്കണം. അന്ന് സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാനുള്ള തീരുമാനം, അതിന്റെ മറ പറ്റിക്കൊണ്ട് KREL എന്ത് ചെയ്തു? കോടതിയിലേക്ക് പോകുന്നു. KREL അങ്ങനെ ഈ കരിമണൽ ഖനനം സ്വകാര്യ ലോബിക്ക് എന്ന മറ്റുള്ള വലിയ വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി നേടിയെടുക്കുന്നു. അന്ന് ഹൈക്കോടതിയിൽ എതിരു പോയത് ഈ ഖനനത്തിനെതിരെ പ്രതിഷേധിക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയിലെയും ആലപ്പുഴ തീരദേശത്തെയും ചവറ തീരദേശത്തെയും ഒക്കെ മനുഷ്യരാണ്. കാരണം എന്താണെന്നറിയോ? അവിടെ തീരശോഷണം സംഭവിച്ചിരിക്കുന്നു. 73% വരുന്ന അവരുടെ ലാൻഡ് ഇതിനകം തന്നെ തീരമെടുത്തു പോയിരിക്കുന്നു ഈ ഖനനം കാരണം. ഈ സ്വകാര്യ ഏജൻസി കൂടി വന്നാൽ അത് എത്രയാകും എന്നുള്ളൊരു ഭീതിയായിരുന്നു പ്രശ്നം. ഞാനടക്കം അവിടെ പോയി ആലപ്പാട് പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2016 വിധി വന്നതിന് ശേഷം വരുന്ന കാലയളവിൽ ആ വാർത്തകൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് വരുന്നു. അതിനുശേഷം 2016 ഈ നിയമ പോരാട്ടം അവസാനിക്കുന്നത്. ആർക്ക് അനുകൂലമായിട്ടാണ് നിയമ പോരാട്ടം ക്യാൻസൽ ചെയ്ത ആരുടെ കാലത്താണ് ക്യാൻസൽ ചെയ്തത്? ഏത് സർക്കാരിന്റെ കാലത്താണ് ക്യാൻസൽ ചെയ്തത്? ഏത് സർക്കാർ സാങ്ഷൻ ചെയ്തത്? ഏത് സർക്കാരിന്റെ കാലത്താണ് ക്യാൻസൽ ചെയ്തതും ക്യാൻസൽ ചെയ്തതും ഏത് കാലത്താണ്? നോക്കൂ, സാക്ഷൻ പറഞ്ഞു. ഞാൻ നേരത്തെ വായിച്ചു സർക്കാരിന്റെ കാലത്ത് തന്നെ 10 മാസത്തിന് ശേഷം റദ്ദാക്കിയ സംഭവം സുപ്രീം കോടതി വരെ പോയി അനുകൂല നിലപാട് വാങ്ങി ഈ പറഞ്ഞ ഖനനം തുടങ്ങിയ CMRL 2000 പോട്ടെ 2019 കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നടപ്പാക്കാൻ പിണറായി സർക്കാരിന്റെ പറയാം. 2004 ഈ പറയുന്ന പൊതുമേഖലയ്ക്ക് കരിമണൽ ഖനനം കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കാറ്റിൽ പറത്തി സ്വകാര്യ കമ്പനിയായ KREL ഖനനം അനുവദിച്ചത് UDF സർക്കാരാണല്ലോ. അത് 10 മാസത്തിന് ശേഷം എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്? എന്തുകൊണ്ടാണ് ആ ലീസ് അനുമതി പിൻവലിച്ചത്? എന്തുകൊണ്ടാണ് പറയൂ. KPCC പ്രസിഡന്റ് DM സുധീരൻ പ്രതിപക്ഷ നേതാവിനെ പോലെ പെരുമാറുകയായിരുന്നു. നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ള നിങ്ങൾ ആ ധാർമ്മികത ചില കാര്യത്തിൽ വരുന്നില്ല. 2019 തോമസ് ഐസക്, ഈ പറയുന്ന VM സുധീരൻ ഇവരടക്കമുള്ളവര് സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? വീണ്ടും കരിമണൽ ഖനനം സ്വകാര്യ ലോബിക്ക് പോകുന്നു എന്ന ഘട്ടം വരുമ്പോൾ സുപ്രീം കോടതി വിധി വരുന്ന 2016 ഖനനാനുമതി കൊടുത്തുവോ കേരളം? ഏതെങ്കിലും തരത്തിൽ ഒരു മണ്ണ് കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്ന് KREL എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? 2023 ഖനനം നടക്കുന്നതുകൊണ്ടാണോ Government have examined the matter in detail. KREL is a non-government company incorporated under the Companies Act 1956. No mineral concession can be granted to them for mining these sand mineral containing monazite content as sought by them in the light of the amendment made to the 2006. Right there, the government had decided to prematurely terminate mining lease granted to first paper ഉദ്യോഗസ്ഥരുമായി ഞാൻ സംസാരിച്ചിട്ടാണ് ഞാൻ ആധികാരികമായി പറയുന്നത്. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ലീസ് എഗ്രിമെന്റാ. എന്താ ലീസിനുള്ള അനുമതി? പാട്ടത്തിന് വേണ്ടിയിട്ട് എത്ര സ്ഥലം എടുത്തെന്നറിയാമോ? 60 ഏക്കർ സ്ഥലം. എന്തായിരുന്നു കണ്ടീഷൻ എന്നറിയാമോ? 15 ഏക്കറിൽ കൂടുതൽ കൈവശം വെച്ചു. അങ്ങനെ കൈവശം വെച്ചപ്പോൾ അത് തിരിച്ചു പിടിക്കാത്തത് എന്താണെന്നുള്ളതായിരുന്നു അന്നത്തെ ചോദ്യം. പാട്ടത്തിനുള്ള അനുമതിയാണ് കൊടുത്തത്. ഒരു തരി മണല് ഈ പറയുന്ന പ്രദേശത്തിന്റെ KREL ഖനനം ചെയ്ത് CMRL കൊടുത്തതായിട്ട് തെളിയിക്കാൻ പറ്റും.
കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്നും ഒരു സ്വകാര്യ കമ്പനിയും ഇതുവരെ നടത്തിയിട്ടില്ല എന്ന പ്രാഥമിക പാഠം നമ്മൾ മറന്നുപോയി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കേൾപ്പിച്ചത്. യഥാർത്ഥത്തിൽ 2019 മുതൽ 2023 വരെ ഞാനടക്കം നേരത്തെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ സമയത്ത് പോലും ഈ പറയുന്ന സ്വകാര്യ മേഖലയിലെ KREML എന്ന് പറയുന്ന കമ്പനി അവിടെ നിന്ന് ഒരു മണലും ഖനനം ചെയ്തിട്ടില്ല, ഖനനം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ അവിടെ നേരത്തെ പോവുകയും നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സുരേഷ് അടക്കമുള്ള അവിടുത്തെ ഈ പറയുന്ന പോലെ ചില സമരക്കാരുണ്ട്. അവരെയൊക്കെ തന്നെ വിളിച്ച് സംസാരിച്ചാണ് അത്തരത്തിലൊരു ഖനനം ചെയ്യൽ നടന്നിട്ടില്ല. പക്ഷേ അതിനിപ്പോൾ ഇവർ പറയാൻ പോകുന്ന വാചകം എന്ന് വെച്ചാൽ 2020, 2023 കാലഘട്ടങ്ങളിലൊക്കെ തന്നെ 239 കോടി, 290 കോടി, 444 കോടി, 300 കോടി ഇങ്ങനെ വലിയ ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. ആ ലാഭം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. അത് പക്ഷേ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ IREL ഈ പറഞ്ഞ പോലെ ഖനനം ചെയ്ത് കൊടുത്തിട്ടുള്ളതിൻ്റെ മണ്ണ് വാങ്ങിച്ചിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു തെളിവ് കാണുന്നത് വരെ ഞാനിതിൻ്റെ നിരവധി ആളുകളോട് സംസാരിച്ചു. അരുണും അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം അതിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചു തോന്നുന്നു, ആരായിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിതിൻ്റെ നിരവധി സമര നേതാക്കളും അതുപോലെ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അറിയാൻ കഴിയുന്നൊരു കാര്യം, ആ സമയത്ത് പോലും ഈ ഖനനം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്ന മറുനാടൻ ഷാജനും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടും ഒക്കെ പറയുന്നത് പോലെ മറുനാടൻ ഷാജൻ പറയുന്ന 1600 കോടി കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ സ്മൃതി പറയുന്ന കണക്ക് പ്രകാരം നമുക്ക് ഏതാണ്ട് 1200 കോടി രൂപ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ 1600 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാഭമുണ്ടാക്കിയത് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചിട്ടാണ് എന്നുള്ളത് മാത്രമാണ്. ഒരു മിനിറ്റ് കൂടി നമുക്കൊന്ന് കേട്ടുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. 2019 മുതൽ 2023 വരെ CMR ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം അവരെ ടേൺ ഔട്ട് എത്രയാണ്? ഇതിൽ ലാഭമല്ല കേട്ടോ, അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. കാരണം CMRL ഇപ്പോഴും നഷ്ടത്തിലാണ്. അത് നഷ്ടത്തിലാണെന്നാണ് എൻ്റെ അറിവ്. യഥാർത്ഥത്തിൽ ലാഭമല്ല, അത് ടേൺ ഓവറാണ്. ഇതാണ് കൃത്യമായിട്ടുള്ളത്. ആൻഡോ അഗസ്റ്റിൻ തന്നെ മനസ്സിലായി. സ്വന്തം ചാനലിൽ ഇരുന്നുകൊണ്ട് ആടിനെ പട്ടിയാക്കുകയാണെന്ന് പറയുമ്പോൾ അരുൺകുമാർ പറയുന്നുണ്ട് പേപ്പട്ടിയാക്കുകയാണെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള പേപ്പട്ടിയാക്കുന്ന പ്രവർത്തനങ്ങൾ തുടരട്ടെ. സ്മൃതി ഇത് ബോധപൂർവം ചെയ്തതാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. സ്മൃതി ഇത് മറ്റുള്ള ആളുകൾ ഫീഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് തൽക്കാലം വിടാം. പക്ഷേ ഇത്തരത്തിലുള്ള വിദണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് CPM തയ്യാറായില്ലെങ്കിൽ ഇനിയും അടുത്ത 5 കൊല്ലം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്.